ഈശോയിൽ സ്നേഹമുള്ളവരെ, പെന്തക്കോസ്ത തിരുനാളിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ അതിനേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ ഈ അവസാന നിമിഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവത്തോട് ഒട്ടി നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അങ്ങനെയുള്ളവർക്കാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അല്ലെ, സങ്കീർത്തനം 91 പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ് നമ്മൾ പലപ്പോഴും, അല്ലേ? സങ്കീർത്തനം 91 അതിൻ്റെ 14-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്ന ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അപ്പോൾ ഒട്ടി നിൽപ്പ് അതാണ് പ്രധാനം. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം ഇന്നലത്തേതിൻ്റെ തുടർച്ചയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം തിബേരിയാസിലെ അനുഭവത്തിന് ശേഷം പത്രോസിനെ ദൗത്യമേൽപ്പിക്കുന്ന കാര്യമാണ്. പത്രോസിനോട് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് ദൗത്യമേൽപ്പിക്കുകയാണ്. അപ്പം അത് നീ എന്നെ സ്നേഹിക്കുന്നുവോ 3 തവണ ചോദിച്ചിട്ട് ആ ദൗത്യം ഏൽപ്പിച്ച് കഴിയുമ്പോൾ പിന്നീട് പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ കർത്താവിനോട് ഒട്ടി നിന്നവൻ, വക്ഷസിൽ ചാരിക്കടന്നവൻ ദേ വരുന്നു. അപ്പോൾ പത്രോസ് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് കാണാം. ഞാൻ അങ്ങനെയാണ് ധ്യാനിച്ചത്. പത്രോസ് ചിന്തിക്കുകയാണ്, ദൈവമേ, ഞാൻ ഒട്ടി നിന്നിട്ടില്ലല്ലോ, ഞാൻ അകലെയായി അനുഗമിച്ചിരുന്നയാളല്ലേ, പരിചാരികയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞയാളല്ലേ, അകലെയായി അനുഗമിച്ചവൻ, തള്ളിപ്പറഞ്ഞയാൾ, പക്ഷെ ഒട്ടി നിന്നവൻ, വക്ഷസിൽ ചാരിക്കടന്നവൻ ദേ അവനിവിടെ നിൽക്കുന്നു. തള്ളിപ്പറഞ്ഞവനും അകലെയായി അനുഗമിച്ചവനും സ്ഥാനം കൊടുത്തിരിക്കുന്നു. അപ്പം ഇവൻ്റെ കാര്യം എന്ത്? അങ്ങനെ ഒന്ന് ധ്യാനിക്കാൻ ഞാൻ ചിന്തിക്കുകയാണ്. അപ്പം ഇവൻ്റെ കാര്യം എന്ത്? കർത്താവ്, എനിക്ക് വേണ്ട, ഞാൻ ഈ റാങ്കിന് അർഹനല്ല, ഈ റാങ്കിന് ഞാൻ അർഹനല്ല, ഇത് എനിക്ക് യോഗ്യതയില്ല. യോഗ്യതയുള്ളവൻ ദേ നിൽക്കുന്നു, ഒട്ടി നിന്നവൻ ദേ നിൽക്കുന്നു. അതാണ് ഇത്. അതങ്ങനെ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സുവിശേഷ ഭാഗം കുറേ ചിന്തകൾ നമുക്ക് നൽകും. ദൈവത്തോട് ഒട്ടി നിൽക്കുന്നവർക്കാണ് അനുഗ്രഹം, ദൈവത്തോട് ഒട്ടി നിൽക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവ്. ഈ സംഭാഷണമെല്ലാം കഴിയുമ്പോൾ നീ പേടിക്കണ്ട, നീ എന്നെ അനുഗമിക്കുക, നീ അതും പറഞ്ഞ് നീ പിന്മാറണ്ട. അല്ല, യോഹന്നാന്റെ സുവിശേഷം 21-ാമത് 22-ാം വാക്യം യേശു പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്, നീ ഇപ്പോൾ എന്നെ അനുഗമിക്കുക, നീ വരിക, നിന്നെ ഞാൻ ഏൽപ്പിച്ചൊരു കാര്യം നീ അത് ചെയ്യുക. നീ നിൻ്റെ അയോഗ്യതയൊന്നും പറയണ്ട, നിൻ്റെ അയോഗ്യത ഞാൻ യോഗ്യതയായിട്ട് പരിഗണിച്ചു എന്ന് പത്രോസിനോട് പറയുന്നതിന് തുല്യമായിട്ടാണ് ഞാനത് ധ്യാനിക്കുന്നത്. അപ്പോൾ ഈ കൂടെ നിന്നവൻ്റെ കാര്യം എന്താ? കൂടെ നിന്നവൻ്റെ കാര്യം അവൻ ജീവിക്കും. ചിലപ്പോൾ ഈ എല്ലാ അപ്പോസ്തലന്മാരും രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ ഈ അപ്പോസ്തലൻ മാത്രം അങ്ങനെ മരിക്കേണ്ടി വന്നില്ല. സാധാരണ പോലെയാണ് ഈ അപ്പോസ്തലൻ മരിച്ചത്, രക്തസാക്ഷിയല്ല യോഹന്നാൻ ശ്ലീഹ. അതുകൊണ്ടെന്താ, ഈശോയുടെ കുരിശുമരണം കാണാനുള്ള ഭാഗ്യം കൊടുത്തു. അത് പരിശുദ്ധമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യമാണ്. പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്ന് ഈശോയുടെ കുരിശുമരണത്തെ കാണുവാനും ആരാധിക്കുവാനുമുള്ള ഭാഗ്യം അമ്മയെ നേരിട്ട് ലഭിച്ചത് യോഹന്നാൻ ശ്ലീഹയ്ക്കാണ്. അതൊരു ഭാഗ്യമാണ്. ചിലപ്പോൾ ഈ ഭാഗ്യത്തെക്കുറിച്ചായിരിക്കും, ഞാൻ അവന് വേറൊരു കാര്യം കൊടുക്കുന്നുണ്ട്, നീ ഇപ്പോൾ എന്നെ അനുഗമിക്കുക, നീ അവനെക്കുറിച്ച് ആകുലപ്പെടേണ്ട, എൻ്റെ കൂടെ ഒട്ടി നിന്നവന് ഞാൻ വേറൊരു കാര്യം, മഹത്തായൊരു കാര്യം ഞാൻ കാണിച്ചു കൊടുക്കും. ഒട്ടി നിൽക്കുന്നവന്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന് ഞാനൊരു മഹത്തായൊരു കാര്യം ഞാൻ കാണിച്ചു കൊടുക്കും. അതാണ് ചേർന്ന് നിൽക്കുക. ചേർന്ന് നിൽക്കലാണ് നമ്മുടെ പണി, ചേർന്ന് നിൽക്കുക. സങ്കീർത്തനം 73:28, ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ഭാഗ്യം, കർത്താവേ, അങ്ങയോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. അതാണ് പറയുന്നത് സങ്കീർത്തനം പറയും, എൻ്റെ ആനന്ദം അതാണ്. കർത്താവ്, അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. നമുക്ക് ഈ ചേർന്ന് ഇപ്പോൾ 1 മണിക്കൂർ കുർബാന ഒക്കെ നിങ്ങൾക്ക് ഭാരമാണോ? ഇരുന്നുറങ്ങുകയാണോ? ഇത് ഭാരമാണോ? കർത്താവിന് ബലിയർപ്പണം ഭാരമാണോ? കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിൽ സന്തോഷമുണ്ടോ? ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതിൽ സന്തോഷമുണ്ടോ? കുർബാന സ്വീകരിക്കുന്നതിൽ, കുമ്പസാരിക്കുന്നതിൽ സന്തോഷമുണ്ടോ? ഇത് ഭാരമാണോ? ഇത് ഭാരമാണ്. അതാണ് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഇപ്പോൾ ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം അവിടെ ഒരു വചനമുണ്ട്, ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്, അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും. അത് ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച്. ജ്ഞാനം എന്താ? പരിശുദ്ധാത്മാവാ. ജ്ഞാനം പരിശുദ്ധാത്മാവാണ്.
ജ്ഞാനം പരിശുദ്ധാത്മാവാണ്. ദൈവകൽപ്പന പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും, അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും. പരിശുദ്ധാത്മാവിനെ ഉപേക്ഷിക്കാൻ പാടില്ല. ചേർന്ന് നിൽക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് ഈ പരിശുദ്ധാത്മ. നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ കിട്ടുന്ന സുന്ദരമായ അവസരമാണ്. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഈ പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ ആളുകൾ വൈദികൻ കൽപ്പിച്ച പ്രായശ്ചിത്തം ഞാൻ നിറവേറ്റി, എന്തോ മഹാകാര്യം ചെയ്ത കണക്കാണ്. കുമ്പസാരത്തിന് മുൻപ് ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ പറയും, ഞാൻ ഇങ്ങനെ കുമ്പസാരിച്ചിട്ട് ഇത്ര നാളായി, വൈദികൻ കൽപ്പിച്ച പ്രായശ്ചിത്തം നിറവേറ്റി. ഞാൻ ചോദിക്കട്ടെ, പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ പരിഹാരം ചെയ്യുന്നത് പോലെയാണ്. ഈശോ കുരിശിൽ മരിച്ച് പരിഹാരം ചെയ്ത് ഇവിടെ നിൽക്കുമ്പോൾ അതിനപ്പുറം നമുക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും? 2 പ്രാവശ്യം കുരിശിൽ മരിക്കാൻ പറ്റുമോ? കുരിശിൽ മരിച്ചിട്ട് ഈശോ കുരിശിൽ മരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യണ്ടേ? കുരിശിൽ മരിക്കുകയും ചെയ്യണം, വേറൊരു കാര്യം കൂടി ചെയ്യണം, എന്നാലല്ലേ ഈശോയെ കടത്തി വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈശോയെ കടത്തി വെട്ടിട്ട് നമുക്കൊരു പരിഹാരം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ പ്രായശ്ചിത്തം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ പരിഹാരം ചെയ്തതുപോലെ ആയില്ലേ? നമ്മൾ പരിഹാരം ചെയ്തിട്ടാണോ നമ്മുടെ പാപം മോചിക്കപ്പെട്ടത്? ഈശോ പരിഹാരം ചെയ്തത് കൊണ്ടാണ്. ഈശോ പരിഹാരം ചെയ്തത് കൊണ്ടാണ് നമ്മുടെ പാപം മോചിപ്പിക്കപ്പെട്ടത്. ഇത് നമ്മൾ ഏറ്റുപറയുന്ന കാര്യമാണ് കുമ്പസാരം. കുമ്പസാരിക്കാൻ മുട്ടുകുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയുടെ കുരിശ് മരണത്തിന് മുമ്പിൽ നമ്മൾ മുട്ടുകുത്തുകയാണ്. ഈശോയെ, നീ എനിക്ക് വേണ്ടി മരിച്ചു. പിതാവായ ദൈവമാണ് പാപമോചനം തരുന്നതും നമുക്ക് പ്രസാദവരം തരുന്നതും. പക്ഷേ പിതാവായ ദൈവത്തിന് നമുക്ക് വേണ്ടി ഒരാൾ പരിഹാരം ചെയ്യാതെ ഈ പാപമോചനവും ദൈവപര പ്രസാദവും നമുക്ക് തരാൻ പറ്റുകയില്ല. ഒരാൾ മരിക്കണം, അവർ തമ്മിലുള്ള ടൈപ്പാണ്. ഈശോ തയ്യാറായി, മരിക്കാൻ തയ്യാറായി. നീ പോയി മരിക്ക്, എന്നാൽ എനിക്ക് എൻ്റെ മക്കൾക്ക് പ്രസാദവരം കൊടുക്കാൻ പറ്റൂ. നീ മരിക്കട്, എൻ്റെ മകനെ നീ മരിക്ക്, എന്നാൽ എൻ്റെ മക്കൾക്ക് എനിക്ക് പ്രസാദവരം കൊടുക്കാൻ പറ്റും. അപ്പം ഈശോയെ മരിപ്പിച്ചിട്ട് പിതാവായ ദൈവം തരുന്ന പ്രസാദവരം, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവം തരുന്ന പ്രസാദവരം നമുക്കത് വേണ്ടെങ്കിൽ, വേറെ പല കാര്യങ്ങളാണ് നമുക്ക് വേണ്ടതെങ്കിൽ, നമ്മൾ കുറുക്ക് വഴികളാണ് തേടുന്നതെങ്കിൽ, കുമ്പസാരം കുർബാന സ്വീകരണം ഇല്ലാതെ കുറുക്ക് വഴികളാണ് തേടുന്നതെങ്കിൽ നമ്മൾ ഈശോയുടെ മരണത്തെ ആരാധിക്കുന്നുണ്ടോ? വക്ഷസിൽ ചേർന്നവൻ അവനെ ചേർന്ന് നിൽക്കാൻ വീണ്ടും ഒരു മഹാഭാഗ്യം കൊടുത്തു. അതാണ് കുരിശ് മരണം കാണാനുള്ള ഭാഗ്യം. മറിയം ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട മകളായി, ദൈവത്തിൻ്റെ മകളായി ഇന്ന് സഭയിൽ നിലനിൽക്കുന്നതിൻ്റെ കാരണം മറിയം ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ചു. അത് ചേർന്ന് പോയി, കുരിശിന്റെ വഴിയിലൂടെ ചേർന്ന് പോയി, ഒട്ടും അകലം പാലിച്ചില്ല. അതുകൊണ്ടല്ലേ 4ാം സ്ഥലം നമ്മളത് ധ്യാനിക്കുന്നത്. ചേർന്ന് പോയി, എന്നിട്ട് കുരിശിന്റെ ചുവട്ടിപ്പോയി നിന്നു, എന്നിട്ട് ഈശോയുടെ മരണത്തെ കണ്ടു, മരണത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ആ മരിച്ച ഈശോയുടെ ശരീരം മടിയിലേക്ക് സ്വീകരിച്ചു. മരിച്ച ഈശോയുടെ ശരീരം, മുറിക്കപ്പെട്ട ശരീരം ആദ്യമായിട്ടും ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് പരിശുദ്ധ മറിയമാണ്. അപ്പോൾ മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ കിട്ടുന്ന അവസരമല്ലേ പരിശുദ്ധ കുർബാന സ്വീകരണം? അപ്പൊ പരിശുദ്ധ കുർബാന സ്വീകരണം വഴിയും പരിശുദ്ധ കുമ്പസാരം വഴിയും ഈശോയുടെ മരണത്തെ ആരാധിക്കാൻ, രക്ഷപ്പെടാൻ ഇതേ ഉള്ളൂ കുറുക്കു വഴി. വേറെന്തും ചെയ്തിട്ടും കാര്യമില്ല. രക്ഷപ്പെടാൻ ഞായറാഴ്ച ആചരണവും കുമ്പസാരവും കുർബാന സ്വീകരണം ഇല്ലാതെ പ്രിയ ദൈവ പൈതലെ നിനക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുകയില്ല. നിനക്ക് കർത്താവിനോട് നീ ചേർന്ന് നിൽക്കുന്നു എന്ന് കാണിക്കുന്നാൻ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അത് വാതോരാതെ ഈ അപ്പോസ്തലൻ പറഞ്ഞു വെച്ചു എങ്ങനെയാണ് ചേർന്ന് നിൽക്കേണ്ടത്. 6-ാം അധ്യായം 53-ാമത്തെ വാക്യം യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഈ യോഹന്നാൻ തന്നെയാണ് മുറിച്ചിട്ട ശാഖ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കണ്ടേ, കുഞ്ഞാട് ഇടയനോട് ചേർന്ന് നിൽക്കണ്ടേ. ഈ പ്രതീകങ്ങളെല്ലാം പറയുന്നത് യോഹന്നാൻ ശ്ലീഹയാണ്. ചേർന്ന് നിൽക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ നോക്കിക്കോ, കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് ഒരു കാര്യം ചോദിച്ചാൽ ദൈവം നിങ്ങൾക്ക് അച്ചിട്ടായിട്ട് അത് ചെയ്തു തരും. അതുകൊണ്ടാണല്ലോ ഈ വാക്ക് ഉള്ളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് മറിയം പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചേർന്ന് നിൽക്കുന്നവർക്ക് ഈ അവസാന ദിവസം നമ്മൾ എത്തി നിൽക്കുമ്പോൾ, പെന്തക്കോസ്താ തിരുനാളിൻ്റെ അവസാന മണിക്കൂറുകളിൽ നാം എത്തി നിൽക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹമാണ് ചേർന്ന് നിൽക്കുക, മനസ്സോട് ചേർന്ന് നിൽക്കുക, ശരീരം കൊണ്ട് ചേർന്ന് നിൽക്കുക ദൈവത്തോട്, ഇല്ലേ? അപ്പോൾ ആ ഗ്യാപ്പ് അടക്കാൻ വേണ്ടിയിട്ടാണ് പ്രായശ്ചിത്തം ചൊല്ലുന്നത്. നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടായി, പാപം ചെയ്ത് ദൈവത്തിൽ നിന്നൊരു അകലമുണ്ടായി. അപ്പോൾ ആ ഒരു വിടവ് ഒരു പശയിട്ടൊട്ടിക്കുന്ന കണക്കാണ് പ്രായശ്ചിത്തമായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥന ചൊല്ലുന്നത്.
അകന്നു പോയത് ഒട്ടിച്ചേർത്ത് വെക്കുക. കുമ്പസാരിക്കുന്നത് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കുർബാന സ്വീകരിക്കുന്നത്, ഈശോയുടെ ശരീരം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് അപ്പോൾ ഒട്ടി 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 നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവം നൽകുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. ഇനി അങ്ങനെ ധൂർത്തപുത്രൻ അങ്ങനെ വേർപെട്ടു പോയി. ആര് പറഞ്ഞു കൊടുക്കാനുണ്ട്? പന്നിക്കൂട്ടിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ട്? മകനെ ചേർന്ന് നിൽക്ക്, മകനെ പള്ളിപ്പോ, കുർബാന സ്വീകരിക്കുക, കുമ്പസാരിക്കുക എന്ന് പറയാൻ ഇവിടെ ആരുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവന് സുബോധമുണ്ടായി. അപ്പം നമുക്ക് പറ്റാത്ത ചില മേഖലകൾ ഉണ്ടെങ്കിൽ, നമ്മളെ കൊണ്ട് സാധിക്കാത്ത ചില മേഖലകൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാം അനുഗ്രഹമാകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിക്കാതെ പോകല്ലേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. നമുക്കൊന്ന് എഴുന്നേറ്റിരിക്കാം, ഒന്ന് കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി അവിടെ ഇവിടെ നോക്കാതെ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന് പറഞ്ഞൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. ദൈവത്തിൻ്റെ കരങ്ങളടിച്ച് ഇറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ നിറയ. കരങ്ങൾ ഉയർത്തിയടിച്ച നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഒട്ടി നിൽക്കാനുള്ള കൃപ ചോദിക്കുക, പരിശുദ്ധാത്മാവിനെ ചോദിക്കുക. ദൈവമേ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ. സഭയോട് ചേർന്ന് നിൽക്കാൻ, ഈശോയുടെ മരണത്തെ ആരാധിക്കാൻ, കൂടെ കൂടെ കുമ്പസാരിക്കാൻ, ഞായറാഴ്ച ആചരണത്തിൽ പങ്കുചേരാൻ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ആ ധൂർത്തപുത്രനെ പരിശുദ്ധാത്മാവ് ബോധ്യം കൊണ്ട് നിറച്ചതുപോലെ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. പാപവും രോഗവും അശുദ്ധിയെല്ലാം കരമടിച്ച് ദൈവത്തിൻ്റെ ആത്മാ എടുത്തു മാറ്റി. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടും നീക്കിയല്ലോ. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടും നീക്കിയല്ലോ. കരമുയർത്തിയടിച്ച നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ച് നിറയണമേ, നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ. കരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൂർത്തപുത്രന് സുബോധമുണ്ടായി. ലൂക്ക 15:17 അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. നാളെ പെന്തക്കോസ്ത് തിരുനാൾ വേണ്ടി ഒരുങ്ങുമ്പോൾ ഓ പരിശുദ്ധാത്മാവേ പറന്നു വരണമേ. തീനാവിന്റെ രൂപത്തിൽ വരണമേ, പ്രാവിന്റെ രൂപത്തിൽ പറക്കണമേ, തലങ്ങും വിലങ്ങും പറക്കണമേ. സൗഖ്യമുണ്ടാകട്ടെ, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. ജ്ഞാനം 8:1 ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവളെല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു. ഇവർക്ക് കുഞ്ഞുങ്ങളില്ല, രോഗങ്ങളുണ്ട്, കടബാധ്യതയുണ്ട്, വീട് പണി കഴിഞ്ഞിട്ടില്ല, ജോലി ലഭിക്കാനുണ്ട്. കർത്താവേ, പരിശുദ്ധാത്മാവിനെ അയച്ച് ഇവർക്ക് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ക്രമീകരിച്ചു കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവത്തോട് ഒട്ടി നിന്ന് പരിശുദ്ധ മറിയമേ ദൈവത്തോട് ഒട്ടി നിൽക്കാനും പരിശുദ്ധാത്മാവ് നിറയാനും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം
പ്രാർത്ഥിക്കണമേ. ആമേൻ.